ഹലോ. മോളിവുഡ് ടൈംസ് കണ്ടു. മലയാളത്തിലെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറും ഡയറക്ടറും ഒന്നിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കേരളത്തിലെ മിക്ക സിനിഫൈൽസിന്റെയും ബക്കറ്റ് ലിസ്റ്റിൽ ഒരു പടമായിരുന്നു മോളിവുഡ് ടൈംസ്. ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു എക്സ്ട്രാordinary പടമൊക്കെ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് തന്നെ പറയാം. അതിന്റെ മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പടത്തിന്റെ ലെങ്ത്. അതായത് ഈ പടത്തിന്റെ സംവിധായകന്റെ പേരൊക്കെ എഴുതി കാണിച്ചതിന് ശേഷം ഈ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തിയേറ്ററിൽ ഉണ്ടായിരുന്ന പലരും ഡോറിന്റെ അടുത്തൊക്കെ പോയിട്ടാണ് ഈ പടത്തിന്റെ ലാസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പടത്തിന്റെ ലെങ്ത്തിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് ഹാഫ് ആണ്. ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് ഡ്രാഗ് ചെയ്തൊന്നും തോന്നാണ്ടായിരുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എവിടെയാണോ നിൽക്കുന്നത് അത് പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതായത് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് കയ്യിൽ നിന്ന് പോകും. ഇതിൽ ഈ പടത്തിൽ ആവുന്ന ഒരു സംഭവം തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. സോ അത് ഇത്തിരി ബോറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിനെ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. അതായത് സെക്കൻഡ് ഹാഫിനേക്കാളും കൂടുതൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് കണക്ട് ആവും. കാരണം ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് ഫുള്ള് സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് സിനിമയ്ക്ക് ഉള്ളിൽ നടക്കുന്ന കോമ്പറ്റീഷൻ, പൊളിറ്റിക്സ്, ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൽ ആ സീൻ പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ധ്യാൻ ശ്രീനിവാസനെയാണ്. അതായത് അത് പണ്ടൊരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ധ്യാനിന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂർ ചോദിച്ചു വളരെ കോൺട്രവേഴ്സി ഒരു കാര്യമായിരുന്നു. ധ്യാൻ കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ധ്യാൻ അങ്ങനത്തെ ഒരു ആക്ടർ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പുള്ളിയായിരുന്നു. അതുപോലെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന കുറേ കാര്യങ്ങൾ, അതായത് നമ്മുടെ കുട്ടിക്കാലമായി ബന്ധപ്പെട്ടാകുന്ന കുറേ കാര്യങ്ങൾ. കാരണം നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ഭാഗമായിരുന്നു വിനയൻ എന്ന ഡയറക്ടർ, ആകാശഗംഗ, ഇന്ദ്രിയം, മൈഡിയർ കുട്ടിച്ചാത്തൻ, മമ്മി, ഇതൊക്കെ. അതായത് പണ്ട് ഇന്ദ്രിയൊക്കെ വന്ന സമയത്ത് മലയാളത്തിലെ ആദ്യത്തെ DTS പടമാണ് ഇന്ദ്രിയ എന്നുള്ള രീതിയിലൊക്കെ അന്ന് പ്രൊമോഷൻ നടന്നതായിട്ട് എനിക്ക് ചെറിയ ഓർമ്മ ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ആകാശഗംഗയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൽ ആകാശഗംഗയത്തെ ആ സീനൊക്കെ, അതായത് നമ്മുടെ ശിവജീനെ പ്രേതം കൊള്ളുന്ന സീനൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ദ്രിയം, ഈ പടങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട് വളരെ പേടിച്ചിട്ടുള്ളതാണ്. സോ ഇതിന്റെയൊക്കെ റെഫറൻസ് വളരെ നന്നായിരുന്നു. പിന്നെ അതുപോലെ ഈ പടത്തിലെ ബാലചന്ദ്രൻ ചുള്ളിക്കാരന്റെ കഥാപാത്രം, ഈ അഭിനവ് സുന്ദർ നായകന് ഈ മുത്തശ്ശന്മാരോട് എന്താ അത്ര ഒരു ഇഷ്ടം എന്നറിയില്ല. ഇതിലൊരു മുത്തശ്ശൻ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. പുള്ളിയുടെ റോൾ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ ജഗദീഷ് തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ പുള്ളിയുടെ ആ കുറച്ച് ഡയലോഗ് ഡെലിവറിയും പുള്ളിയുടെ ആക്ടിങ് ഒരു പ്രത്യേകതരം ക്യാരക്ടറായിരുന്നു പുള്ളി. ഒരു റൈറ്റർ, മറ്റേ പ്രേതകഥകളൊക്കെ എഴുതുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ജഗദീഷിന്റെ ക്യാരക്ടർ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഷറഫുദ്ദീന്റെ കുറെ കോമഡികളൊക്കെ ഈ പടത്തിലുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മുകുന്ദനുണ്ണി എന്ന് പറഞ്ഞ കുറെ ക്യാരക്ടേഴ്സ് ഇതിലുണ്ടായിരുന്നു. അതായത് മുകുന്ദനുണ്ണിയിലെ ആ നായിക മറ്റേ എന്തോ ചാന്ദിനി, അവരുടെ പേര് എനിക്ക് ഓർമ്മയൊന്നുമില്ല, അവരുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ASI ചന്ദ്രബാബു ഒക്കെ ചെറിയൊരു മറ്റേ കരിവാരി തേക്കണ പോലെയൊക്കെ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പടം മുകുന്ദനുണ്ട് അത്ര റുത്ത്ലെസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം. കാരണം അത് എന്ന് പറഞ്ഞാൽ പ്യുവർ ഡാർക്ക് കോമഡി. ഇതിൽ പിന്നെയും കുറച്ചൊരു മയത്തിലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ പിന്നെ 2 ക്യാമിയോസ് ഉണ്ട്. ഈ 2 ക്യാമിയോയിൽ നടക്കണതൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങളിൽ പലർക്കും ഇപ്പൊ അറിയുണ്ടാവും ഈ ക്യാമിയോ ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അതിപ്പോ ഞാനായിട്ട് പറയുന്നില്ല. പക്ഷെ ഈ 2 ക്യാമിയോ അടിപൊളിയായിരുന്നു. പിന്നെ ഈ പടത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ആഷിഖ് ഉസ്മാന്റെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന സമയത്ത് എനിക്ക് ഈ പടത്തിന്റെ ആ കലിയുടെ BGM ഒക്കെ ഇട്ടിട്ട് ഒരു തിയേറ്ററിൽ കേൾക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ഫീല് അത് അടിപൊളിയായിരുന്നു. ഈ ഒരു BGMഉം ടൈറ്റിൽ കാർഡ് ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ ഡയലോഗ്സിലൊന്നും ഒരു മയം വരുത്തിയില്ല. കാരണം മുകുന്ദനുണ്ണി എന്നുള്ള പടത്തിൽ അവസാനം ആ നായിക പറയുന്ന ഒരു തെറി മാത്രമേ ഉള്ളൂ. ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തെറികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോയിൻസിഡൻസ്, അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്ന ഡയലോഗ് ഒരു മയവും ഇല്ല. അതുപോലെ പിന്നെ നമ്മുടെ സംഗീത് പ്രതാപിന്റെ ഒരു മൈൻഡ് വോയിസ്, അത് പുള്ളി നല്ല കിടുക്കനായി ചെയ്തിട്ടുണ്ട്. കാരണം അത് എക്സ്പ്രഷൻ മാത്രമേ ഇടുന്നുള്ളൂ, ബാക്ക്ഗ്രൗണ്ടിൽ ഡബ്ബാണ് ചെയ്യുന്നത്. കറക്റ്റ് ഇത് 2 നന്നായി സിങ്ക് ആയിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ സീനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ രാജേഷ് ഹെബ്ബാർ അവതരിപ്പിച്ചൊരു ഡോക്ടറിന്റെ കഥാപാത്രം, ആ ക്യാരക്ടറും നല്ല കോമഡി ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഈ പടത്തിൽ നമ്മുടെ അപ്പുണ്ണി ശശിക്കൊക്കെ നല്ലൊരു ലെങ്തി ആയിട്ടുള്ള റോള് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പുഴുവിൽ നമ്മുടെ അവാർഡ് കൊണ്ട് അടി വാങ്ങിക്കുന്ന ഒരാളില്ലേ, നങ്കേലി എന്നൊക്കെ പറഞ്ഞിട്ട്, പുള്ളിക്കൊക്കെ അത്യാവശ്യം നല്ലൊരു റോള് കൊടുത്തിട്ടുണ്ട്. ശാന്തന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് കുറെ സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു ജാതിയുടെ ഒരു പൊളിറ്റിക്സ് അത് നല്ല ഓപ്പൺ ആയിട്ട് തന്നെ ഈ പടത്തിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ചന്തു സലിംകുമാർ ചെറിയ റോൾ വന്നു പോകുന്നുണ്ട്. പിന്നെ ഇതിൽ രാജേഷ് ഹെബ്ബാറിന്റെ ഒരു ഡോക്ടർ കഥാപാത്രം ഉണ്ടായിരുന്നു തുടക്കത്തിൽ വരുന്നത്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടർ ഒരു ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ആ ഒരു റോൾ വരുന്നുണ്ട്. പുള്ളി നല്ല കോമഡി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഹർഷ ചാന്ദിനി ഫസ്റ്റ് മുകുന്ദനുണ്ണിയിലെ നായിക, അവരെന്തിൽ ഷറഫുദ്ദീന്റെ ഭാര്യയായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും അത്ര ലെങ്ത്തുള്ള റോളൊന്നല്ല, അവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നസ്ലിന്റെ തുടക്കത്തിലെ നസ്ലിനും എത്ര ഒരു സീസൺഡ് ആയ ഒരു ആക്ടറായി പുള്ളി മാറിയുള്ള ഒരു തെളിവാണ് ഈ പടം. അതായത് ഈ പുള്ളി നന്നായിട്ട് കോമഡി ചെയ്യുന്നുണ്ട്. ഇമോഷണൽ സീൻസ് ആവട്ടെ, എല്ലാ രീതിയിലുള്ള സീൻസും ഇതിൽ പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ഒരു ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് ഇതിന്റെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു
ഇതിൽ വിനീത് ശ്രീനിവാസൻ പണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ചെയ്തപ്പോൾ സിനിമയെ പുള്ളി ഒരു ലവ് അങ്ങനെ ഒരു രീതിയിലല്ല പുള്ളി അപ്രോച്ച് ചെയ്യുന്നത്. സിനിമയെ അത്ര പ്രണയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കറക്റ്റായിട്ട് ഈ പടത്തിൽ അതേപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. സിനിമയിലെ അതായത് ഇപ്പൊ ഉദയനാഥായത്തിലാവട്ടെ ഒരു പടത്തിന്റെ അവസാനം സിനിമയുടെ ഒരു നല്ല വശത്തിനെ അത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ പടത്തിൽ അങ്ങനെയല്ല. സിനിമയിൽ എന്തൊക്കെ ഒരു കുണ്ടാമണ്ടി നടക്കുന്നുണ്ട് അതൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റിപ്പീറ്റേഷൻ ഒന്നും ഇല്ലാതെ കുറച്ചുകൂടി നല്ലൊരു ഷോർട്ട് ആയിട്ടാണ് ഈ പടം ഇതിന്റെ സെക്കൻഡ് ഹാഫ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പടം ഒന്നുകൂടി നന്നാവുക എന്നതാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ ഈ പടം മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ പടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക.